നിങ്ങൾ ആരെങ്കിലും ഈ കുമ്പങ്കാച്ചിൽ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല, ഈ പേര് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ മരം റിസോർട്ടിൽ വന്നതിന് ശേഷമാണ് ഈ പേരൊക്കെ ഞാൻ കേട്ടത്, എന്താ സംഭവം എന്നൊക്കെ അറിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. അപ്പം ആ ഒരു വിശേഷമൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് ഈ കുമ്പങ്കാച്ചലിൻ്റെ സംഭവം ചെയ്തു തരുന്നത്. ഈ ചേട്ടനെ അവിടെ എല്ലാവരും വിളിക്കുന്നത് ചെല്ലപ്പച്ചേട്ടനാ. അപ്പോൾ പുള്ളിക്കാരനാണ് ഈ സംഭവം ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ബാംബൂവിൽ ഈ ചിക്കനും കുറേ മസാലാസൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി അതിനകത്ത് വെച്ച് ഈ കനലി വെച്ചിട്ട് വേവിച്ച്, അതായത് ചുട്ടെടുക്കുന്ന ഞാൻ തോന്നും, അങ്ങനെയാണെന്ന് തോന്നുന്നു പറയണത്. ആ ഒരു കനലി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ പുള്ളിക്കാരൻ ഈ മസാലാസൊക്കെ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചു. എന്നിട്ട് ആ ചിക്കൻ വേവിച്ചതല്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തൊക്കെ കൊണ്ട് കാണിച്ചു തന്നു. നമ്മൾ ഓരോ സംഭവം ചെയ്യുമ്പോഴും നമ്മളതിനെ കാണിച്ചു തരും, എന്തൊക്കെയാണ് ആ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ കാണിച്ചു തന്നു. നമുക്ക് പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ചിക്കനും ഉള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടു. അത് കഴിഞ്ഞിട്ട് മസാലക്കൂട്ട് ഇട്ടു. മസാല ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. എനിക്കൊന്ന് പുള്ളിക്ക് അറിയാം എത്ര സ്പൈസി എന്നനുസരിച്ച് അത് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങൾക്ക് കാണാമെന്നറിയാം പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞുതരും. പിന്നെ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി. ഇതെല്ലാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. ഇത് ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചത്, അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നു ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ടു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ഇതെനിക്കൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു നല്ലൊരു ടെക്സ്ചറാവും. അത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ പൊടിയുടെ ഇതൊക്കെ മാറിയിട്ട് നല്ലപോലെ എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതിന് ആ ഒരു പരുവത്തിലാക്കും. കുറച്ച് ഉപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുക്കറി ഷോ നടത്തുന്ന പോലെ ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും വീട്ടിൽ വെച്ചിട്ട് ബാംബു വെച്ച് ഈ കുമ്പങ്കാച്ചൽ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് വരുന്നത്. പുള്ളി ചെയ്യുന്നത് പുള്ളിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പുള്ളി ചെയ്ത് കാണിച്ചു തരുന്നതാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഇത് കുറേ നേരം ഇട്ട് പുള്ളി ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ മിക്സിങ്ങിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു സംഭവം ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി അവിടെ വേറെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ ചേർത്തിട്ട് അത് നമുക്ക് ചെയ്തിട്ടുണ്ട്. മഴയില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്ത് നല്ല ഇതായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് ഫ്രഷ് ബാംബൂ ഇവർ മുറിച്ച് നമുക്ക് കാണിച്ചു തരും. അത് ഫ്രഷ് ആണെന്ന് അറിയാം. കാരണം അതിനകത്ത് ഫ്രഷ് ആണെങ്കിൽ വെള്ളം കാണില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എനിക്കതിൻ്റെ ഇൻഡെപ്ത് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞത് ഫ്രഷ് ബാംബു ആകുമ്പോൾ അതിനകത്ത് വെള്ളം കാണില്ല. എന്നപ്പോൾ നമ്മളിങ്ങനെ കൊണ്ട് കാണിച്ചു തന്നു. ഫ്രഷ് ആണെന്ന് എല്ലായിടത്തും കാണിച്ചു കൊടുത്തു. അല്ലാതെ പഴയ ഇതൊന്നും അല്ല, വച്ചിരുന്നതൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊണ്ട് ഫ്രഷ് ബാംബു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ മിക്സ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ ചിക്കൻ്റെ, ആ മിക്സ് ഈ ബാംബുവിനകത്തിടും. എന്നിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇടും. എന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് അതിന് ആ ഒരു ലെയർ സെറ്റാക്കി വെക്കും. അതെ ഇത് തന്നെ. അപ്പോൾ ഈ സംഭവം തന്നെ പുള്ളിക്കാരൻ ചെയ്യുന്നത്. ആദ്യം ഇതിടും, മിക്സിടും, തട്ടും. അടുത്തതും ഇതുപോലെ മിക്സിടും, തട്ടും. എനിക്കൊന്നും പുള്ളിക്ക് ചെയ്ത ശീലം ഉള്ളതുകൊണ്ട് ഈ കനലിൻ്റെ സംഭവമാണെങ്കിലും അതവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ പുള്ളി സൈഡിൽ നിന്ന് ഇതൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ തന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മുടെ അമ്മമാരൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു കൈക്കണക്കുണ്ടല്ലോ, അതുപോലെ പുള്ളി എല്ലാ സാധനങ്ങളും ഇടുന്നതാണെങ്കിലും പുള്ളിക്കൊരു അളവ് അറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും. പുള്ളി അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്നും ചെയ്തതുമില്ല ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന ആ ബാംബു കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇത് മേളിൽ ഇങ്ങനെ അടച്ചു വെക്കാനായിട്ട് ഈ ബാംബുവിൻ്റെ ഇല തന്നെ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് വെച്ച് അടയ്ക്കുമായിരുന്നു പിന്നെ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇതിനകത്തോട്ട് എനിക്കത് പേപ്പറിൽ പുള്ളിക്കാരൻ തീയൊക്കെ കത്തിച്ചിട്ട് അതിനകത്ത് കൊണ്ടുവെക്കുമായിരുന്നു പിന്നെ ചെയ്തത്. അതിനകത്ത് ഇങ്ങനെ കത്തിക്കുന്നുണ്ടോ, കത്തിച്ചിട്ട് അതിനകത്ത് കൊണ്ടുവയ്ക്കുന്നത്. ഞാൻ വിചാരിച്ചു ഈ കത്തിക്കുന്നതിൻ്റെ അടുത്താ പുള്ളി നിൽക്കുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ തീ ഇങ്ങനെ ആളിക്കത്തുവേ. എനിക്ക് അവിടെ ഇരുന്നിട്ട് പേടിയായി, ഇങ്ങനെ കത്തുവോ കത്തിപ്പിടിക്കുമോ എന്നുള്ളതൊക്കെ പേടിയാണ്. പക്ഷെ പുള്ളിക്ക് ആ ഒരു പേടിയില്ല. പുള്ളി അങ്ങനെ അങ്ങ് ആ സാധനം എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, ആ സാധനം അങ്ങനെ കൊണ്ടങ്ങ് തീയിൽ വെക്കും. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരുക്കിക്കൊണ്ടിരിക്കും ആ സാധനത്തിനെ. പിന്നെ നമുക്ക് അവിടെ ഞാൻ പറഞ്ഞ DJ ഉണ്ടായിരുന്നു. ചുമ്മാ ജസ്റ്റ് പാട്ടെടുത്ത് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഈ സംഭവം ഇങ്ങനെ തിരിച്ചു വെക്കും. പിന്നെ അവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊരു എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിക്കായിരുന്നു.
അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഈ പുള്ളി എന്താ ചൂടത്തൊക്കെ ഈ സാധനം ഇങ്ങനെ അത് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്രത്തോളം ചൂടുണ്ടെന്നുള്ളത്. പക്ഷെ പുള്ളിക്ക് ആ ഒരു കൈ പൊള്ളുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ഇങ്ങനെ കുറച്ച് നേരം കളിക്കും, അടുത്ത പോയിട്ട് തിരിച്ചു വയ്ക്കും, പിന്നെയും വന്ന് കളിക്കും, പിന്നെയും പോയി തിരിച്ചു വയ്ക്കും, അങ്ങനെയാണ്. പക്ഷേ പുള്ളിയുടെ ഡാൻസ് നല്ല രസമാണ്. അപ്പം എൻ്റെ പുള്ളി കാണിച്ചു തന്നു ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത്. പുക വരുന്നത്, അതിനകത്തുനിന്ന് ആവി വരുന്നുണ്ട്. അപ്പം നമുക്ക് അറിയാൻ പറ്റും അത് വേവുന്നുണ്ട് എന്നുള്ളത്. അപ്പം എനിക്കൊന്ന് കുറച്ച് ചൂട് കൂടി തുടങ്ങിയപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ അത് തുണി വെച്ചിങ്ങനെ തിരിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിന് മുന്നേ വരെയും പുള്ളി കണ്ടോ അടുത്ത് നിന്നിട്ടാണ് ഇത് ഫുൾ ചെയ്യുന്നത്. ഇത്രയും തീയുടെ അടുത്ത് നിന്നിട്ട് ഇത്രയും നേരം കൈവച്ചാണ് പിടിച്ചോണ്ടുന്നത്. നല്ല ചൂടാണെന്ന് പുള്ളിക്ക് തോന്നിയപ്പോൾ മാത്രമാണ് ഇതിനെ കൈകൊണ്ട് ഇങ്ങനെ തിരിക്കാൻ തുടങ്ങിയത്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കണ്ട പിള്ളേർ എവിടെ നിന്ന് ഒരു DJ പാട്ട് കളിക്കുമ്പോൾ ഒരാൾ ഇറങ്ങി തുടങ്ങി, അത് കഴിയുമ്പോൾ അടുത്ത ആൾ ഇറങ്ങും. പിള്ളേർക്ക് അങ്ങനെയാണ് ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും ഒരാൾ കളിക്കുന്ന കാണുമ്പോഴത്തേക്കും എന്നാൽ ശരി ഞാനും പോയി കളിക്കാം. പിന്നെ അവർ കോമ്പറ്റീഷൻ എന്നുള്ളതിരിക്കാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത്. പുള്ളി അതിനെ എടുത്തിട്ട് അതിനകത്തൊന്ന് ചൂട് കളയുന്നത് പുള്ളിയുടെ ഇങ്ങനെ കൈ കൊണ്ടാണ് ഇങ്ങനെ ചൂട് കളയുന്നത്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കാതിൽ കൊണ്ട് കേൾപ്പിച്ച് തരും. അതിനകത്തൊരു തിളയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. എന്നിട്ട് നമ്മളൊക്കെ പേടിച്ചായിരുന്നു ഇതിന്. കാരണം പുള്ളി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ചൂടാവുമോ എന്നുള്ളത്. കറക്റ്റ് പുള്ളി ഇങ്ങനെ കാതിൽ കേൾപ്പിച്ച് തരും, ഇങ്ങനെ തിളയ്ക്കുന്ന സൗണ്ട് ഉണ്ട് എന്നുള്ളത് പുള്ളി കേൾപ്പിച്ച് തരുന്നത്. ഇവിടെ എല്ലാവരും പേടിച്ച് ഇത് ചൂട് കൊള്ളുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ച് ഭയങ്കര സംഭവം. എന്ന് കാണാൻ ആക്ച്വലി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനും എന്തോ വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നുള്ളൂ, അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പുള്ളി അതെല്ലാം കൊണ്ട് എല്ലാവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യാമെന്ന് പുള്ളിക്കാരൻ ചെയ്തത്. എന്നിട്ട് അവിടുത്തെ പിള്ളേരുടെ കൂടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു. എനിക്കത് അത് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഈ സാധനം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് തുറന്ന് ആ ഇല വെച്ചിരുന്നില്ലേ, അപ്പോൾ ആ ഇല നേരത്തെ തുറന്നിട്ടാണ് നമ്മൾ സൗണ്ട് കേൾപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇതിൻ്റെ ആ ഒരു വെള്ളം വരുമല്ലോ, ചിക്കനല്ലേ, അപ്പോൾ ഒരു വെള്ളം വരും. അപ്പോൾ അത് ഫുൾ ഒരു പ്ലേറ്റിലോട്ട് അതൊരിക്കൊന്ന് എണ്ണമയം പോലെ എണ്ണ ഒഴിച്ചില്ലല്ലോ, പിന്നെ എന്ത് സാധനം വിനാഗിരിയുടെ ആയിരുന്നു ഒന്ന്. വിനാഗിരിയും ചിക്കൻ്റെ വെള്ളമൊക്കെ ചേർത്ത് അത് മാറ്റി വേറൊരു പ്ലേറ്റിലാക്കി. അത് കഴിഞ്ഞിട്ട് പുള്ളി ആ ബാമ്പു ഇങ്ങനെ തുറന്നിട്ട് അതിനകത്തുള്ള നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത സാധനമാണല്ലോ അതൊക്കെ ഒരു പ്ലേറ്റിലോട്ടാക്കി. അതാണ് ഈ സംഭവം നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ പൊളന്നെടുക്കുമായിരുന്നു ചെയ്തത്. എന്നിട്ട് അതിനെ പ്ലേറ്റിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ എന്നിട്ട് ആദ്യം വിചാരിച്ചു ഇത് ഈ ലിക്വിഡായിട്ടുള്ള സാധനം ചിലപ്പോൾ വേറെ പ്ലേറ്റിലും ഇത് വേറെ പ്ലേറ്റിലൊന്നും വിചാരിച്ചു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു സ്പൂൺ എടുത്ത് ആ കനലിൽ കൊണ്ട് ഒരു സ്പൂൺ ഇട്ടു. അങ്ങനെ എനിക്ക് എന്തിനാ ചെയ്യണമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കും. അതുകഴിഞ്ഞിട്ട് പുള്ളി ഒരു സ്പൂൺ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഈ സവാള ഇട്ടിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഈ സവാളയും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു പ്ലേറ്റ്സിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ തന്നു. അത് കഴിഞ്ഞിട്ട് അവൻ വരാത്തതുകൊണ്ട് പുള്ളിക്കാരൻ അവന് വേണ്ടിയിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സംഭവത്തിന്. എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ട്രൈ ചെയ്യുന്നത്, ഇങ്ങനെ ബാംബൂലൊക്കെ വെച്ച് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞിട്ട്. എന്തോ ഭാഗ്യത്തിന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുണ്ട് മഴ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. തലേദിവസം നമുക്കിങ്ങനെ മഴയായതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മഴ തുടങ്ങിയ സമയത്ത് ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ പിള്ളേർ അവിടെ നിന്ന് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം അവരുടെ കൂടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ നേരെ റൂമിലോട്ട് പോയി. ചപ്പാത്തിന്ന് പൊറോട്ട ഉണ്ട്, ചിക്കൻ കറി, സാലഡ്, സൂപ്പുണ്ട്, ഇത്രയും സാധനങ്ങളും കൂടെ. ഇതിനെല്ലാത്തിനും നല്ല ടേസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ നൈറ്റ് സഫാരിക്കാണ് പോയത്. നമ്മുടെ അവർ വന്നിട്ട് അതിന് നമ്മളെ കൊണ്ടുപോകും. അന്ന് നൈറ്റ് സഫാരി കാണാൻ പോകാൻ നമ്മളും പിന്നെ വേറൊരു പുള്ളിക്കാരനും പുള്ളിയുടെ മോനും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു റോഡാണ്. ആദ്യം കുറേ ദൂരമൊക്കെ നല്ല റോഡായിരുന്നു. നല്ല
നമ്മൾ നൈറ്റ് സഫാരിക്കൊക്കെ പോയി ഇവിടെ ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ വീഡിയോയുടെ കൺക്ലൂഷൻ എടുക്കാൻ വരാത്തെ. നൈറ്റ് സഫാരി പോയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു കാണുമല്ലോ. ഞങ്ങൾ മാനിനെ കണ്ടു, പക്ഷെ ആനയെ കാണാൻ പറ്റിയില്ല. ഇവർ പറഞ്ഞു ഇന്നലെ ഒരു 9 ആനയൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു, കൂട്ടത്തോടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇഷ്ടംപോലെ മാനിനെ കണ്ടു കേട്ടോ. അതിൻ്റെ കണ്ണിങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ തിളങ്ങുമ്പോൾ കറക്റ്റ് നമുക്ക് ആ കൊമ്പും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാ. അപ്പം നമുക്ക് ഇന്നും കൂടെ ഉള്ളൂ നമുക്കിവിടെ. നാളെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴത്തേയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.